ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠസ്കന്ധേ സപ്തമോऽധ്യായ. രാജോവാച കസ്യ ഹേതോ പരിത്യക്ത ആചാര്യേണാത്മനഃ സുരാഃ ഏതദാചക്ഷ്വ ഭഗവൻ ശിഷ്യാണാമക്രമം ഗുരൗ. ശ്രീശുക ഉവാച ഇന്ദ്രസ്ത്രിഭുവനൈശ്വര്യമതോല്ലംഘിതസൽപഥ മരുദ്ഭിർവസുഭിരുദ്രൈരാദിത്യൈർഋഭുഭിർനൃപ വിശ്വേ ദേവൈശ്ച സാധ്യൈശ്ച നാസത്യാഭ്യാം പരിശ്രിത സിദ്ധചാരണഗന്ധർവൈർമുനിഭിർബ്രഹ്മവാദിഭിः വിദ്യാധരാപ്സരോഭിശ്ച കിന്നരൈ പദഘോരകൈ നിഷേവ്യമാണോ മഖവാൻ സ്തൂയമാനശ്ച ഭാരത ഉപഗീയമാനോ ലളിതമാസ്ഥാനാധ്യാസനാശ്രിത പാണ്ഡുരേണാദപത്രേണ ചന്ദ്രമണ്ഡലചാരുണാ യുക്തശ്ചാന്യൈ പാരമേഷ്ഠ്യൈശ്ചാമരവ്യജനാദിഭിः വിരാജമാനഃ പൗലോമ്യ സഹാർത്ഥാസനയാഭൃശം. സ യഥാ പരമാചാര്യം ദേവാനാമാത്മനശ്ച നാഭ്യനന്ദത സംപ്രാപ്തം പ്രത്യുത്ഥാനാസനാദിഭിः വാചസ്പതിം മുനിവരം സുരാസുരനമസ്കൃതം നോചചാലാസനാദിന്ദ്ര പശ്യന്നപി സഭാഗതം. തതോ നിർഗത്യ സഹസാ കവിരാംഗിരസപ്രഭു ആയയൗ സ്വഗൃഹം തൂഷ്ണീം വിദ്വാൻ ശ്രീമദവിക്രിയാം. തർഹ്യേവ പ്രതിബുദ്ധ്യേന്ദ്രോ ഗുരുഹേളനമാത്മനഃ ഗർഹയാമാസ സദസി സ്വയമാത്മാനമാത്മനാ. അഹോബത മമാസാധു കൃതം വൈ ദഭ്രബുദ്ധിനാ യന്മയൈശ്വര്യമത്തേന ഗുരു സദസി കാൽകൃത. കോ ഗൃധ്യേത് പണ്ഡിതോ ലക്ഷ്മീം ത്രിവിഷ്ടപപതേരപി യയാഹമാസുരം ഭാവം നീതോദ്യ വിബുധേശ്വര. യേ പാരമേഷ്ഠ്യം ധിഷണമധിതിഷ്ഠന്ന കഞ്ചന പ്രത്യുത്തിഷ്ഠേദിതി ബ്രൂയുർധർമ്മം തേന പരം വിദുഃ. തേഷാം കുപഥതേ ശൃണാം പതതാം തമസിഹ്യഥ യേ ശ്രദ്ധദ്ധ്യുർവചസ്തേ വൈ മജ്ജന്ത്യശ്മപ്ലവാ ഇവ. അഥാഹമരാചാര്യമഗാധധിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷഠ ശീർഷ്ണ തച്ചരണം സ്പൃശൻ. ഏവം ചിന്തയതസ്തസ്യ മഖോനോ ഭഗവാൻ ഗൃഹാത് ബൃഹസ്പതിർഗതോ ദൃഷ്ടാം ഗതിമധ്യാത്മമായയാ. ഗുരോർനാധിഗത സംജ്ഞാം പരീക്ഷൻ ഭഗവാൻ സ്വരാട് ധ്യായൻ ധിയാ സുരൈർയുക്ത ശർമ്മ നാലഭതാത്മനഃ. തച്ഛ്രുത്വൈവാസുരാ സർവ ആശ്രിത്യൗശനസമ്മതം ദേവാൻ പ്രത്യുദ്യമം ചക്രുർദുർമദാ ആതതായിനഃ. തൈർവിസൃഷ്ടേഷുഭിസ്തീഷ്ണൈർനിർഭിന്നാംഗോരുബാഹവ ബ്രഹ്മാണം ശരണം ജഗ്മു സഹേന്ദ്ര നതകന്ധരാ. താംസ്തഥാഭ്യർദിതാൻ വീക്ഷ്യ ഭഗവാൻ ആത്മഭൂരജ കൃപയാ പരയാ ദേവ ഉവാച പരിസാന്ത്വയൻ. ബ്രഹ്മോവാച അഹോബത സുരശ്രേഷ്ഠാ ഹ്യഭദ്രം വ കൃതം മഹത് ബ്രഹ്മിഷ്ഠം ബ്രാഹ്മണം ദാന്തമൈശ്വര്യാന്നാഭ്യനന്ദത. തസ്യായമനയസ്യാസീത് പരേഭ്യോ വ പരാഭവ പ്രക്ഷീണേഭ്യഃ സ്വവൈരിഭ്യ സമൃദ്ധാനാം ചയൽസുരാ. മഖവൻ ദ്വിഷത പശ്യ പ്രക്ഷീണാൻ കുർവതി ക്രമാത് സമ്പ്രത്യുപചിതാൻ ഭൂയ കാവ്യമാരാധ്യ ഭക്തിത. ആദദീരന്നിലയനം മമാപി ഭൃഗുദേവതാ ത്രിവിഷ്ടപം കിം ഗണയന്ത്യഭേദ്യമന്ത്ര ഭൃഗൂണാമനുശിക്ഷിതാർത്ഥാ ന വിപ്രഗോവിന്ദഗവീശ്വരാണാം ഭവന്ത്യഭദ്രാണി നരേശ്വരാണാം. തദ്വിശ്വരൂപം ഭജതാശു വിപ്രം തപസ്വിനം ത്വാഷ്ട്രമഥാത്മവന്തം സഭാജിതോർത്ഥാൻ സ വിധാസ്യത്തെ വോ യതി ക്ഷമിഷ്യധ്വമുദാസ്യ കർമ്മ. ശ്രീശുക ഉവാച ത ഏവ മുദിതാ രാജൻ ബ്രഹ്മണാ വിഗതജ്വരാ ഋഷിം ത്വാഷ്ട്രമുപവ്രജ്യ പരിഷ്വജ്യേതമബ്രുവൻ. ദേവാ ഊചു
വയം തേ തിഥയഃ പ്രാപ്ത ആശ്രമം ഭദ്രമസ്തു തേ കാമസമ്പാദ്യതാം താത പിതॄണാം സമയോചിത പുത്രാണാം ഹി പരോ ധർമ്മ പിതൃശുശ്രൂഷണം സതാം അപി പുത്രവതാം ബ്രഹ്മൻ കിമുദ ബ്രഹ്മചാരിണാം ആചാര്യോ ബ്രഹ്മണോ മൂർത്തി പിതാമൂർത്തി പ്രജാപതേ ഭ്രാതാമരുൽപതേർമൂർത്തിർമാതാ സാക്ഷാത്ക്ഷിതേസ്തനു ദയായ ഭഗിനീമൂർത്തിർധർമ്മസ്യാത്മാതിഥി സ്വയം അഗ്നേരഭ്യാഗതോ മൂർത്തി സർവഭൂതാനി ചാത്മന തസ്മാത് പിതॄണാമാർത്താനാമാർത്തിം പരപരാഭവം തപസാപനയം സ്ഥാത സന്ദേശം കർത്തുമർഹസി വൃണേമഹേതോപാധ്യായം ബ്രഹ്മിഷ്ഠം ബ്രാഹ്മണം ഗുരും യഥാഞ്ജസാ വിജേഷ്യാമ സപത്നാം സ്തവ തേജസാ ന ഗർഹയന്തി ഹ്യർത്ഥേഷു യവിഷ്ഠാംഘ്ര്യഭിവാദനം ഛന്ദോഭ്യോऽന്യത്ര ന ബ്രഹ്മൻ വയോ ജ്യേഷ്ഠ്യസ്യ കാരണം ഋഷിരുവാച അഭ്യർത്ഥിതസുരഗണൈ പൗരോഹിത്യേ മഹാതപാഃ സ വിശ്വരൂപസ്ഥാനാഃ പ്രസന്ന ശ്ലക്ഷ്ണയാ ഗിരാ വിശ്വരൂപ ഉവാച വിഗർഹിതം ധർമ്മശീലൈർബ്രഹ്മവർച്ച ഉപവ്യയം കഥം नु മദ്വിധോ നാഥ ലോകേശൈരഭിയാചിതം പ്രത്യാഖ്യാസ്യതി തച്ഛിഷ്യ സ ഏവ സ്വാർത്ഥ ഉച്യത്തെ അകിഞ്ചനാനാം ഹി ധനം ശിലോഞ്ചനം തേനേഹ നിർവർത്തിത സാധുസൽക്രിയ കഥം വിഗർഹ്യം नु കരോമ്യധീശ്വര പൗരോധസം ഹൃഷ്യതി യേന ദുർമതി തഥാപി ന പ്രതിബ്രൂയാം ഗുരുഭിഃ പ്രാർത്ഥിതം കിയത് ഭവതാം പ്രാർത്ഥിതം സർവം പ്രാണൈരർത്ഥൈശ്ച സാധയേ ശ്രീശുക ഉവാച തേഭ്യ ഏവം പ്രതിശ്രുത്യ വിശ്വരൂപോ മഹാതപാഃ പൗരോഹിത്യം വൃതശ്ചക്രേ പരമേണ സമാധിനാ സുരദ്വിഷാം ശ്രിയം ഗുപ്താമൗശനസ്യാപി വിദ്യയാ ആച്ഛിദ്യാദാൻ മഹേന്ദ്രായ വൈഷ്ണവ്യാ വിദ്യയാ വിഭു യയാ ഗുപ്ത സഹസ്രാക്ഷോ ജിഗ്യേ സുരചമോർവിഭു താം പ്രാഹ സ മഹേന്ദ്രായ വിശ്വരൂപ ഉദാരധീ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് വിവരിക്കാനുള്ളത് 7-ാം അധ്യായത്തിലെ വിശ്വരൂപന്റെ ദേവാചാര്യ പദവി എന്ന ഭാഗമാണ്. ത്വഷ്ടാവിൻ്റെയും രചനയുടെയും പുത്രനായ വിശ്വരൂപന് ദേവന്മാർ അദ്ദേഹത്തെ പുരോഹിതനായി സ്വീകരിക്കേണ്ടി വന്നു. ദേവഗുരുവായ ബൃഹസ്പതിയെ നിന്ദിച്ചതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. പരീക്ഷിത്ത് ശ്രീ ശുകബ്രഹ്മർഷിയോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മഹാമുനെ, സ്വശിഷ്യന്മാരായ ദേവന്മാരെ എന്തുകൊണ്ടായിരുന്നു ബൃഹസ്പതി ഉപേക്ഷിച്ചു പോയത്? അതിനു മാത്രം എന്ത് അപരാധമായിരുന്നു ദേവന്മാർ പ്രവർത്തിച്ചത്? അതിന് മറുപടിയായി ശ്രീ ശുകബ്രഹ്മർഷി ഇപ്രകാരം പറഞ്ഞു: ഹേ രാജൻ, ത്രിലോകാധിപതിയാണ് താനെന്ന അഹങ്കാരം കൊണ്ട് ഇന്ദ്രൻ സദാചാരത്തെ അതിക്രമിച്ചതാണ് ബൃഹസ്പതി അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കാരണം. ഒരു നാൾ ഇന്ദ്രൻ തൻ്റെ പദവികളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് സ്വന്തം സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. മരുത്തുക്കൾ, അഷ്ടവസുക്കൾ, രുദ്രന്മാർ, ആദിത്യന്മാർ തുടങ്ങി എല്ലാവരും
ചുറ്റിലും ഉണ്ട്. എല്ലാവരും 4 ഭാഗത്തു നിന്നും സ്തുതിഗീതങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സേവിച്ചിരിക്കുകയായിരുന്നു. ചന്ദ്രമണ്ഡലം പോലെ മനോഹരമായ വെൺകൊറ്റക്കുട, ആലവട്ടം, വെൺചാമരം തുടങ്ങിയ ചിഹ്നങ്ങളോടും അർദ്ധാസനത്തിൽ ഇന്ദ്രാണിയോടും കൂടി അദ്ദേഹം ദേവസഭയിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ദേവാചാര്യനും സകല ദേവന്മാരുടെയും ഗുരുവുമായ ബൃഹസ്പതി അങ്ങോട്ട് കടന്നു വന്നത്. അപ്പോൾ ഇന്ദ്രൻ എഴുന്നേൽക്കുകയാകട്ടെ, എതിരേൽക്കുകയാവട്ടെ, ആസനം നൽകുകയാവട്ടെ തുടങ്ങിയ ഒരു മര്യാദകളും സ്വീകരിച്ചില്ല. ദേവാസുരന്മാർ കൂടി നമസ്കരിക്കപ്പെടുന്നവനാണ് ബൃഹസ്പതി. അത്രയും പരമോന്നത വ്യക്തിത്വമായ ബൃഹസ്പതിയെ കണ്ടിട്ട് ഇന്ദ്രൻ ആസനത്തിൽ നിന്ന് ഇളകുക കൂടി ഉണ്ടായില്ല. അങ്കിരസിൻ്റെ പുത്രനും ത്രികാലജ്ഞാനിയും പ്രഭുവും ഇന്ദ്രൻ്റെ ഐശ്വര്യാദികൾക്ക് കാരണവുമാണ് ബൃഹസ്പതി. അദ്ദേഹം ഇത് കണ്ട് ഒന്നും ഉരിയാടാതെ സ്വഗൃഹത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് ഇന്ദ്രന് ബോധം വന്നു. താൻ ഗുരുവിനെ നിന്ദിച്ചു പോയല്ലോ എന്ന ദുഃഖം ഇന്ദ്രന് തൽക്ഷണമുണ്ടായി. താൻ അപരാധം പ്രവർത്തിച്ചതേക്കുറിച്ചോർത്ത് വല്ലാതെ പശ്ചാത്തപിച്ചു. അഹോ കഷ്ടം, ഞാൻ ഗുരുവിനെ നിന്ദിച്ചല്ലോ. ഐശ്വര്യമത്തനായ ഞാൻ വിചാരശൂന്യനായി ഭവിച്ചല്ലോ. ത്രിലോകങ്ങളുടെയും അധിപനാണെങ്കിലും ഐശ്വര്യം നിമിത്തമുണ്ടായ എൻ്റെ മതത്തെ ആരാണ് അഭിനന്ദിക്കുക? അതുനിമിത്തമാണല്ലോ ഞാനിപ്പോൾ ആസുരഭാവത്തെ പ്രാപിച്ചത്. ഉത്കൃഷ്ടമായ ആസനത്തിലിരിക്കുന്നവൻ ആരെയും എതിരേറ്റ് ഗമിക്കരുത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ പരമധർമ്മത്തെ അറിയുന്നവരല്ല. കുൽസിത മാർഗത്തെ ഉപദേശിക്കുന്ന അവരുടെ വാക്കുകളിൽ ശ്രദ്ധിക്കുന്നവർ കല്ലുകൊണ്ടുണ്ടാക്കിയ തോണിയും അതിലിരിക്കുന്ന ജനങ്ങളും സമുദ്രത്തിൽ എപ്രകാരമാണ് മുങ്ങി നശിക്കുന്നത്, അതുപോലെ നരകത്തിൽ പതിച്ച് ദുഃഖിക്കേണ്ടി വരും. അപരാധം പ്രവർത്തിച്ച ഞാൻ ദേവാചാര്യനും ബ്രാഹ്മണനുമായ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് ക്ഷമ ചോദിക്കേണ്ടതാകുന്നു. ഇപ്രകാരം ചിന്തിച്ച് ഇന്ദ്രൻ ബൃഹസ്പതി എവിടെയെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ബൃഹസ്പതിയാകട്ടെ മായാപ്രഭാവം കൊണ്ട് അദൃശ്യഗതിയെ പ്രാപിച്ചു. ഇന്ദ്രൻ എല്ലായിടത്തും അദ്ദേഹത്തെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. തന്മൂലം ഇന്ദ്രനാകട്ടെ മനസ്വസ്ഥത ലഭിച്ചതുമില്ല. ദേവാചാര്യൻ ദേവന്മാരെ ഉപേക്ഷിച്ച് പോയതറിഞ്ഞ് അസുരന്മാർ ശുക്രാചാര്യരുടെ അനുമതി വാങ്ങി ദേവന്മാരോട് യുദ്ധത്തിനായി ഇറങ്ങിത്തിരിച്ചു. അസുരന്മാരുടെ തീക്ഷ്ണ ശരങ്ങളേറ്റ് ശരീരമാകെ മുറിഞ്ഞും ലജ്ജ കൊണ്ട് ശിരസ്സു താഴ്ത്തിയും ദേവന്മാർ ബ്രഹ്മാവിൻ്റെ പക്കലേക്ക് ഓടിപ്പോയി. സാക്ഷാൽ പരമാത്മാവിൽ നിന്നുത്ഭവിച്ചവനും സർവജ്ഞനുമായ ബ്രഹ്മാവ് പീഡിതരായി വരുന്ന ദേവന്മാരെ നോക്കി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അഹോ കഷ്ടം തന്നെ, ബ്രഹ്മജ്ഞാനിയും അവരിൽ വെച്ച് ശ്രേഷ്ഠനും ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചവനുമായ ബൃഹസ്പതിയെ ഐശ്വര്യമതം നിമിത്തം നിങ്ങൾ അപമാനിച്ചു. അതുകൊണ്ടാണ് ഈ ആപത്ത് വന്നുപെട്ടിരിക്കുന്നത്. ദുർബലരായ ശത്രുക്കളിൽ നിന്ന് ബലവാന്മാരായ നിങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വന്നത് ഗുരുവിനെ ബഹുമാനിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഗുരുവിനെ നിന്ദിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അപജയം നേരിട്ടു. ക്ഷീണിച്ചിരിക്കുകയായിരുന്ന അസുരന്മാർ ഗുരുവിനെ ഭക്തിയോടെ പൂജിച്ചതിൻ്റെ ഫലമായി അഭിവൃദ്ധിയെ പ്രാപിച്ചിരിക്കുന്നു. ശുക്രാചാര്യരുടെ ഉപദേശപ്രകാരം മാത്രം ചരിക്കുന്നവരും അന്യരാൽ
ഭേദിക്കാൻ കഴിയാത്ത ബലത്തോടു കൂടിയവരുമായ അസുരന്മാർ സ്വർഗത്തെ ആക്രമിക്കാൻ മടിക്കുമോ? ബ്രാഹ്മണൻ, ശ്രീഹരി, ഗോക്കൾ എന്നിവരെ ഈശ്വരന്മാരായി കണ്ട് സേവിക്കുന്ന നൃപന്മാർക്ക് അമംഗളങ്ങൾ നേരിടേണ്ടി വരില്ല. നിങ്ങളിനി ത്വഷ്ടാവിൻ്റെ പുത്രനും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവനും തപസ്വിയുമായ വിശ്വരൂപൻ എന്ന ബ്രാഹ്മണനെ ആശ്രയിക്കുവിൻ. അസുരപക്ഷപാതിയാണെന്ന ദോഷത്തെ വിചാരിക്കാതെ സേവിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ മനോരഥത്തെ സഫലമാക്കും. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവന്മാർക്ക് ദുഃഖത്തിന് അല്പം ശാന്തിയുണ്ടായി. അവരുടനെ വിശ്വരൂപന്റെ സമീപത്തു ചെന്ന് ഇപ്രകാരം പറഞ്ഞു. ഹേ വത്സ, ആശ്രമത്തിലേക്ക് വന്ന ഞങ്ങൾ കേവലം അതിഥികളല്ല, യാചകർ കൂടിയാണ്. അങ്ങയുടെ പിതൃക്കളായ ഞങ്ങളുടെ കാലോചിതമായ മനോരഥം സാധിപ്പിച്ചു തന്നാലും അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. സൽപുത്രന്മാരുടെ പരമധർമ്മം പിതൃശുശ്രൂഷയാണ്. ബ്രഹ്മചാരികളുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? വേദം പഠിപ്പിക്കുന്ന ആചാര്യൻ വേദത്തിൻ്റെ പ്രത്യക്ഷമായ സ്വരൂപമാണ്. പിതാവ് ബ്രഹ്മാവിൻ്റെ സ്വരൂപവും മാതാവ് ഭൂമിദേവിയുടെ സ്വരൂപവുമാണ്. സഹോദരി ദയയുടെ സ്വരൂപമാണ്. അതിഥി ധർമ്മസ്വരൂപവും അഭ്യാഗതൻ അഗ്നിയുടെ സ്വരൂപമാണ്. അഭ്യാഗതൻ അതിഥിയുടെ സ്വരൂപവുമാണ്. സർവഭൂതങ്ങളും ആത്മാവിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ട് ദുഃഖിതരായ ഈ പിതൃക്കളുടെ ശത്രുക്കളിൽ നിന്നുള്ള ദുഃഖത്തെ തപസ്സുകൊണ്ട് നശിപ്പിക്കുവാൻ ഭഗവാൻ അർഹനാകുന്നു. ബ്രഹ്മജ്ഞനും ഗുരുവും ബ്രാഹ്മണനുമായ അങ്ങയെ ഞങ്ങൾ ആചാര്യനായി വരിക്കുന്നു. അങ്ങയുടെ തപസ്സുകൊണ്ട് ശത്രുക്കളെ ജയിക്കുന്നതിനുള്ള മാർഗം ഞങ്ങൾക്കുപദേശിക്കണം. ഇനി വേറൊരു കാര്യം പറയാം. ഞാൻ ഇളയവനും നിങ്ങൾ ജ്യേഷ്ഠനുമാണ്. അതുകൊണ്ട് എൻ്റെ പാദവന്ദനം ചെയ്യാമോ എന്ന സംശയം അങ്ങയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് സമാധാനമുണ്ട്. കാര്യസാധ്യത്തിനു വേണ്ടി ജ്യേഷ്ഠന്മാർ കനിഷ്ഠ പാദവന്ദനം ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. പിന്നെ ജ്യേഷ്ഠസ്ഥാനം എന്നത് പ്രായത്തെയല്ല ആശ്രയിച്ചിരിക്കുന്നത്, വേദജ്ഞാനത്തെയാണ്. അപ്രകാരം നോക്കുമ്പോൾ വേദജ്ഞനായ ഭവാൻ ഇപ്പോൾ ഞങ്ങളുടെ ജ്യേഷ്ഠസ്ഥാനം അലങ്കരിക്കുന്നു. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു. ദേവന്മാരുടെ ഇപ്രകാരമുള്ള അഭ്യർത്ഥന കേട്ട് മഹാതപസ്വിയായ വിശ്വരൂപൻ സന്തുഷ്ടനായി ഇങ്ങനെ പറഞ്ഞു. അല്ലയോ പിതാക്കളെ, ധർമ്മജ്ഞരെ നിന്ദിക്കുന്നതും ബ്രഹ്മതേജസ് നശിപ്പിക്കുന്നതുമാണ് പൗരോഹിത്യമെന്ന വൃത്തി. എങ്കിലും ലോകേശ്വരന്മാരായ നിങ്ങളുടെ അഭ്യർത്ഥനയെ ഞാൻ എങ്ങനെയാണ് നിരാകരിക്കുക? ആചാര്യന്മാരുടെ ആവശ്യത്തെ നിറവേറ്റലാണ് ശിഷ്യന്മാരുടെ പരമധർമ്മമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ധനഹീനരായ താപസർക്ക് ശിലോഞ്ജനം തന്നെയാണ് ധർമ്മ്യമായ ധനം. അങ്ങാടിത്തെരുവിലെ ധാന്യം പെറുക്കിയെടുത്ത് കഴിക്കുന്നത് ഉഞ്ജനമാണ്. ഈ ധനം കൊണ്ട് അതിഥികളെ സൽക്കരിക്കുന്ന ഞാൻ എങ്ങനെയാണ് നിന്ദ്യമായ പൗരോഹിത്യത്തെ സ്വീകരിക്കുക? ഇതിൻ്റെ ദോഷത്തെ അറിയാൻ കഴിയാത്ത വിഷയാസക്തന്മാർ പൗരോഹിത്യ സ്ഥാനം കൊണ്ട് സന്തോഷിക്കുന്നു. ബ്രഹ്മതേജസ്സിനെ നശിപ്പിക്കുന്ന പൗരോഹിത്യം നിന്ദ്യമാണെങ്കിലും ഗുരുക്കന്മാരായ നിങ്ങളുടെ അഭ്യർത്ഥനയെ ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെ സർവ്വതിനെയും ഞാൻ പ്രാണങ്ങൾ കൊണ്ടും അർത്ഥം കൊണ്ടും സാധിപ്പിച്ചു തരുന്നുണ്ട്. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു. മഹാതപസ്വിയായ വിശ്വരൂപന്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ സന്തുഷ്ടരായി. ദേവന്മാർ അദ്ദേഹത്തെ
വരിച്ചു. ദേവന്മാർക്ക് മംഗളം ഭവിക്കട്ടെ എന്നുള്ള ഏകാഗ്രഭാവത്തോടുകൂടി വിശ്വരൂപൻ ദേവാചാര്യ പദവിയെ സ്വീകരിച്ചു. അദ്ദേഹം ഇന്ദ്രന് ശത്രുക്കളെ ജയിക്കുന്നതിനായി നാരായണ കവചം എന്ന ദിവ്യമന്ത്രത്തെ ഉപയോഗിച്ചു കൊടുത്തു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ഈ പ്രഭാഷണം ഭഗവാന്റെ തൃപ്പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.